അങ്ങനെ പുഷ്പ 2 കണ്ടു. കുറച്ച് ലേറ്റായി കാണാൻ വേണ്ടിയിട്ട്, പക്ഷെ എന്നാലും കണ്ടല്ലോ എന്നായിപ്പോയി. ഇതുപോലത്തെ ഒരു അപരാധ പടം ഇപ്പോൾ ഇറങ്ങുന്ന എല്ലാ രണ്ടാം ഭാഗവും പാൻ ഇന്ത്യൻ സിനിമകളൊക്കെ ഇങ്ങനത്തെ അവസ്ഥയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ ചിരിച്ച് ചാവാനായി ഈ സിനിമ കണ്ടു കഴിഞ്ഞപ്പം. അമ്മാരി സാധനം ഇനി പുഷ്പ 2 ഒരു രക്ഷയില്ല. ഞാൻ നല്ല രീതിക്ക് എൻജോയ് ചെയ്തു. ഒരു സ്പൂഫ് പടമാണ് ഇത്. പുഷ്പ 1ൻ്റെ ഒപ്പരം വെക്കാൻ പറ്റിയൊരു പടമല്ല. പുഷ്പ 2 എന്ന് പറഞ്ഞാൽ വേറെ സാധനം തന്നെയാണ്. പുഷ്പ 1ൻ്റെ സ്പൂഫ് പടമാണ് ഇത്. അത്രക്കും ഗംഭീര സ്പൂഫായിട്ട് വേണമെങ്കിൽ ഈ സിനിമ നമുക്ക് കാണാൻ പറ്റൂ. ഇതൊരു സെക്കൻഡ് പാർട്ട് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഒരിക്കലും തോന്നുകയില്ല. ഇതിപ്പോൾ ഈ പാൻ ഇന്ത്യൻ സിനിമകൾക്ക് എന്ത് പറ്റിയെന്ന് അറിയില്ല. ഇപ്പോൾ കങ്കുവ ഇറങ്ങി, ഇന്ത്യൻ 2 ഇറങ്ങി, അതിനുശേഷം പുഷ്പ 2, ഈ 3 സിനിമകളും അങ്ങനെ മലങ്കൾട്ട് റേഞ്ചിലേക്കാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. എന്താണെന്നറിയില്ല, ഭയങ്കരധികം എന്തൊക്കെയൊക്കെയോ കാണിച്ചു വെച്ചിരിക്കുന്നുണ്ട് ഈ ഒരു സിനിമയിൽ. സീരിയൽ മോഡിലേക്കെല്ലാം പോകുന്നുണ്ട്. അത്രക്കും തിയേറ്ററിൽ അത്രയ്ക്ക് പൊട്ടിച്ചിരിയും കാര്യങ്ങളായിരുന്നു, എസ്പെഷ്യലി ക്ലൈമാക്സ് പോർഷനിലേക്കെല്ലാം. ഈ സിനിമേൻ്റെ ഫസ്റ്റ് ഭാഗം നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാക്കുക സിനിമേൻ്റെ ഒരു ലെവൽ എത്രയാണ്. ഒരു ഫസ്റ്റ് ഇൻട്രോ സീൻ, ഒരു ജപ്പാനിലാണ് സീൻ നടക്കുന്നത്. അതിൽ അല്ലു അർജുൻ്റെ ഇൻട്രോ ഒരു ആവറേജ് ഇൻട്രോ ആയിട്ട് തന്നെ എനിക്ക് തോന്നിയിട്ടുള്ളൂ. വലിയ കാര്യങ്ങളൊന്നുമില്ല, ജസ്റ്റ് ഒരു ആവറേജ് ഇൻട്രോ. ആ ഒരു ഇൻട്രോയിലൊരു ഫൈറ്റ് സീക്വൻസ് ഉണ്ട്, ജപ്പാനിലാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. ആ ഒരു ഇൻട്രോ എന്താണെന്ന് അറിയില്ല. ആ ഒരു സീന് കഴിഞ്ഞതിന് ശേഷം തൊട്ടടുത്ത സീന് വേറെ ഒരു സീനാണ്. അതിനൊരു കണ്ടിന്യൂഷൻ വരെ ഈ ഒരു സിനിമയിലില്ല. അതിനുശേഷം ഒരു കുഞ്ഞിക്കുട്ടീനെല്ലാം കാണിക്കുന്നുണ്ട്. അതിനൊരു കണ്ടിന്യൂഷൻ ഇല്ല. നടുക്കുന്ന പേപ്പർ കട്ട് ചെയ്ത പോലെ ഒറ്റ മുറിക്കല. പിന്നെ അതിൻ്റെ ബാക്കിയൊന്നും നമ്മൾ കാണുന്നില്ല. അങ്ങനെ കുറേ അപരാധങ്ങൾ. പിന്നെ ഈ സിനിമയിൽ അഭിനയിച്ച അല്ലു അർജുൻ തന്നെ ആണോ നമ്മൾ കുറച്ച് നേരം മറന്നു. അത്രക്കും നോൺസെൻസ് ആണ്. വെറുപ്പിക്കാനെന്ന് പറഞ്ഞാൽ അങ്ങേറ്റം വെറുപ്പിക്കലാണ്. കുറേ ക്രിഞ്ച് സീൻസ് ഉണ്ട്. രശ്മിക മന്ദാനെ പറ്റി കുറേ പറയാനുണ്ട്. അയ്യോ, രശ്മിക മന്ദാനും അല്ലു അർജുനും കൂട്ടിമുട്ടുന്ന സീനൊക്കെ എന്ന് വെച്ചാൽ ഭയങ്കരധികം തന്നെ എന്താ പറയുക, കാണാൻ പറ്റാത്ത സീൻസൊക്കെയാണ്. അത്രക്കും വെറുപ്പിക്കൽ സാധനം തന്നെയാണ്. ഇടയ്ക്ക് ചിരിക്കാൻ പറ്റിയ കുറേ സീൻസ് ഉണ്ട് ഇതിനകത്ത്. സീരിയസ് ആയിട്ടാണോ കോമഡി ആയിട്ടാണോ ഇതിനകത്ത് ചെയ്തു വെച്ചാൽ അറിയില്ല, പക്ഷേ ചിരിച്ചു വന്ന കുറേ സീൻസ് ഉണ്ട്. തിയേറ്ററിൽ പൊട്ടിച്ചിരിയായിരുന്നു. ഒരു മാസ് പടം കാണാൻ വന്ന ആൾക്കാർക്ക് പൊട്ടിച്ചിരിക്കാണ്ട് കുറേ കോമഡി സീൻസൊക്കെ ആക്കി വെച്ച ഒരു അവസ്ഥയിലേക്കാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതുകൊണ്ട് നല്ല രീതിക്കാൻ എൻജോയ് ചെയ്തു. നല്ല സ്പൂഫ് പടമായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. ആൻഡ് എന്ന് വെച്ചാൽ കമ്പയർ ചെയ്യുമ്പോൾ അതിന് അടുത്ത് വെക്കാൻ വരെ കൊള്ളൂല, അത്രയും താഴെ രീതിക്ക് തന്നെയാണ്. അല്ലു അർജുൻ്റെ ഏറ്റവും വേഴ്സ്റ്റ് സിനിമ എന്തെങ്കിലും അത് ഈ സിനിമ തന്നെ ആയിരിക്കും എനിക്ക് തോന്നുന്നത്. ഇവരെ ഞാൻ കണ്ട എല്ലാവരും സിനിമയിൽ ഒരു സിനിമ എനിക്ക് അത്രയും മോശമായിട്ട് തോന്നിയിട്ടില്ല. ഇത് ഭയങ്കരധികം മോശം എന്നല്ല, ഒരിക്കലും നമുക്കൊരു മാസോടായിട്ട് ഒരിക്കലും നമുക്ക് ഫീൽ ചെയ്യില്ല. പിന്നെ ഇത് പക്കാ തെലുങ്ക് പടമാണ്. ആ ഒരു തെലുങ്ക് പടത്തിൻ്റെ ഫുൾ ഫോർമാറ്റിലാണ് ഈ സുകുമാരി ഡയറക്ടർ ഇതിൻ്റെ അകത്ത് ഒരുക്കിയിട്ടുള്ളത്. ആ ഡയറക്ടർ ഇതിൻ്റെ ഫസ്റ്റ് പാർട്ട് ഞാൻ എടുത്താണെന്ന് എനിക്കൊരു സംശയമുണ്ട്. അത്രക്കും നോൺസെൻസ് ആണ് ഈ ഒരു സിനിമ കാണിച്ചു പോകുന്നത്. ആൻഡ് ലോജിക്കൊന്നും നോക്കാതെ ഈ സിനിമ കാണാൻ ശ്രമിക്കുക. കുറേ ലോജിക്കലായ സീൻസൊക്കെ ഉണ്ട്, എസ്പെഷ്യലി ക്ലൈമാക്സ് പോർഷനിലേക്ക് എത്തുമ്പോൾ എൻ്റെ അമ്മോ അതൊരു വേറെ ലോകം തന്നെ ഇതിനകത്തുള്ള ക്ലൈമാക്സ്, ഇത് പറഞ്ഞേ പറ്റൂ. ആൻഡ് രശ്മിക മന്ദാന എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ നോക്കിയാലൊക്കെ നമ്മൾ ആകെ വെറുപ്പിക്കുന്നതെന്ന് വെച്ചാൽ ഫസ്റ്റ് പാർട്ടിൽ ഈ രശ്മിക മന്ദാനയായിരുന്നു. ഈ സിനിമയിൽ ഉടനിയിൽ ഈ 3 ക്യാരക്ടേഴ്സും വെറുപ്പിക്കുന്നത്. അതായത് ഫാസ്റ്റ് അടക്കം ഇതിൻ്റെ അകത്ത് കോമാളി ആക്കിയിട്ടുണ്ട്. കോമാളി എന്ന് പറഞ്ഞാൽ പോരാ, ഫസ്റ്റ് ഒരു കോമാളിയിലേക്ക് വന്നിട്ട് പിന്നെ ഒരു സൈക്കോ മൂഡിലേക്കാണ് ഫാസ്റ്റിൻ്റെ അകത്ത് പോയിട്ടുള്ളത്. മൂപ്പര് അഭിനയം ഇതിൻ്റെ അകത്ത് ഇത്രയും കാലം നമ്മൾ അഭിനയത്തിനെ പറ്റിയ മൂപ്പര് പുകഴ്ത്തിയത് എല്ലാ സിനിമയിലും. ഇതിൻ്റെ അകത്ത് മൂപ്പര് അഭിനയം കൊണ്ട് നമ്മൾ ചിരിക്കേണ്ട അവസ്ഥയിൽ എത്തിച്ചിട്ടുണ്ട്. ആൻഡ് ഈ സിനിമയിൽ എന്ന് പറയുമ്പോൾ മൂപ്പര് നമ്മൾ പകുതി ഭാഗം കാണുള്ളൂ, അതിന് ശേഷം നമ്മളിപ്പോൾ കാണുന്നില്ല മൂപ്പരെ. അങ്ങനെ കുറേ കട്ട് സീക്വൻസ് ഒക്കെ എന്തെല്ലോ അവയിൽ കുറേ സീരിയൽ ആക്കിയിട്ടുള്ള കുറേ സീൻസൊക്കെ ഉണ്ട്. ചന്ദനമഴ പോലത്തെയല്ലോ അത് കാണും. ക്ലൈമാക്സ് എന്തിങ്ങൊക്കെ നിങ്ങൾ കാണണം. ശരിക്കും സീരിയൽ സെറ്റായിരുന്നു. തിയേറ്ററിലെല്ലാം പറഞ്ഞാൽ പൊട്ടിച്ചിരിയായിരുന്നു. ഒരു മാസം പടം കാണാൻ വന്നിട്ട് ആരവസ്ഥ. എൻ്റെ അമ്മ ക്ലൈമാക്സൊക്കെ സത്യം പറഞ്ഞാൽ അടുത്തൊരു ചെക്കനുണ്ടായിരുന്നു. ഞാൻ നമ്മൾ നോക്കി ചിരിക്കലേ ഈ സീരിയൽ പരിപാടിയുള്ള സാധനമെല്ലാം കണ്ടിട്ട്. ടീച്ചർ ഒരു ഭദ്രകാളി സീനൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ എൻ്റെ മോനെ അങ്ങനത്തെ കുറേ അപരാധ സാധനങ്ങളുണ്ട് ഈ സിനിമയിൽ. രശ്മികാൻ്റെ വെറുപ്പിക്കൽ അൾട്രാ പ്രോമാക്സ് അതിനകത്ത് കാണിച്ചുകൊണ്ട് ഫസ്റ്റ് പാർട്ട് ഒന്നുമല്ല മോനെ. ഈ സെക്കൻഡ് പാർട്ടിൽ അല്ലു അർജുനും രശ്മികാൻ കൂടി വരുമ്പോഴുള്ള ഒരു സീക്വൻസ് ഒന്നും പറയാനില്ല. പിന്നെ ഫാസിൽ എന്ന് പറയുമ്പോൾ അല്ലു അർജുനെക്കാട്ടും ഒരു പടി മുകളിൽ പോകുന്നുണ്ട് ചില സമയത്തൊക്കെ. ആൻഡ് പോസ്റ്റീസ് എന്ന് പറഞ്ഞാൽ പോസ്റ്റീസ് ആയിട്ട് ഇതിൻ്റെ അകത്ത് പാട്ടുകളാണ് ഇഷ്ടപ്പെട്ടത്. കിസിക്ക് പാട്ട് നൈസായിരുന്നു, പക്ഷേ കിസിക്ക് പാട്ടിൻ്റെ ഇടയ്ക്കും ചിരിക്കാൻ കുറേ സാധനങ്ങൾ ഇവർ വെച്ചിട്ടുണ്ട്. ഫീലിങ്സ് എന്ന് പറഞ്ഞ പാട്ടുണ്ട്. ആ പാട്ടെന്ന് പറയുമ്പോൾ ഇതുവരെ കാണാത്ത ഡാൻസ് സ്റ്റെപ്പ് അല്ലാന്ന് ആ സിനിമയിൽ കാണിച്ചിട്ടുള്ളത്. ആൻഡ് പാട്ട് കുഴപ്പമൊന്നുമില്ല, കേൾക്കാൻ രസമുണ്ട്, പക്ഷേ വീഡിയോ ഒരു ചൊങ്കില്ല. അതിനകത്ത് കുറച്ചെങ്കിലും ആകെ സഹിക്കാൻ പറ്റുന്നത് ഫസ്റ്റ് ഹാഫാണ്. സെക്കൻഡ് ഹാഫ് തുടങ്ങിക്കഴിഞ്ഞാൽ മോനെ നിങ്ങൾ ഓർത്തോ അത് എന്തിയായിരിക്കും നിങ്ങളെ. അമ്മാരി വെറുപ്പിക്കലിൻ്റെ ഘോഷയാത്രയാണ് ഈ സെക്കൻഡ് ഹാഫ്. ആൻഡ് ഈ സിനിമ 3.5 മണിക്കൂറുണ്ട്. 3.5 മണിക്കൂർ ഈ അപരാധം കണ്ടിരിക്കാൻ പറ്റുമെങ്കിൽ മാത്രമേ ഈ സിനിമയ്ക്ക് പോകാൻ എനിക്ക് പറയാനുള്ളൂ. 3.5 മണിക്കൂർ അയ്യോ പോകുന്നതേ അറിഞ്ഞിട്ടില്ല. സത്യം പറഞ്ഞാൽ ബോറടിച്ചിട്ടില്ല. ഇമ്മാരി കോപ്രായങ്ങളല്ല ഈ സിനിമയിൽ കാണിച്ചു കൂട്ടുന്നത്. അതുകൊണ്ട് തന്നെ ബോറടിച്ചിട്ടില്ല. കുറേ ചിരിക്കാനുള്ളതിനെ കൊണ്ട് നല്ല രീതിയിൽ എൻജോയ് ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ ഭയങ്കര സന്തോഷമുണ്ട്. അങ്ങനെ കുറേ കോപ്രായം, സീരിയൽ, പാസം മൊത്തം പാസം കാണണം ഇതിൻ്റെ അകത്ത്.
അഭിനയിച്ച രശ്മിക്കൊക്കെ ചില സമയത്ത് ഒരു ഭദ്രകാളീൻ്റെ ഫൈറ്റ് സീക്വൻസ് ആയിട്ടുള്ള ഒരു സീനുണ്ട്, പക്കാ സീരിയൽ മോഡ്. രശ്മിക്കൊക്കെ അഭിനയിച്ച് കരയുമല്ലോ. അല്ലു അർജുനൊക്കെ കരയുന്ന സീക്വൻസൊക്കെ ചിരിച്ച് ചത്ത് ഒരു കടിക്കുന്ന സീനുണ്ട് ക്ലൈമാക്സിൽ. അയ്യോ, അങ്ങനത്തെ ഒന്നും പറയില്ല, സ്പോയറായി പോവും. സ്പോയർ ആയാലും ഇത് സ്പോയർ ആവാണ്ട് അതിനെപ്പറ്റി പറയാനും പറ്റൂല. അങ്ങനെ കുറേ കണക്ഷൻ ഇല്ലാത്ത സീന്, ഒരുമാതിരി പെർഫോമൻസ് എല്ലാം കൊണ്ടും ഭയങ്കര ഷോക അവസ്ഥയിലുള്ളൊരു സിനിമയായിട്ട് എനിക്ക് ഫീൽ ചെയ്തുള്ളത്. തിയേറ്ററിൽ മാസ് പടം കണ്ട് അടിച്ച് പൊളിക്കുക അല്ലു അർജുൻ്റെ സ്വാഗ് എല്ലാം വിചാരിച്ച് പോയിട്ട് ഇമ്മാതിരി സാധനം കാണുമ്പോൾ അതുണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കാൻ പറ്റൂല. ഞാൻ ശരിക്കും പറഞ്ഞാൽ ഷോക്കായി. ഇത് ഇന്ത്യൻ 2 പോലെ തന്നെ ഒരു അപരാധ പടമായിട്ട് തന്നെ എനിക്ക് പുഷ്പ 2 തോന്നിയിട്ടുള്ളത്. പുഷ്പ 2 നിർത്തിയില്ല, പുഷ്പ 3 വരുന്നുണ്ട്, റാംബേജ് എന്നെല്ലാം പറഞ്ഞിട്ട് ലാസ്റ്റ് കൊണ്ടുപോയിട്ടുണ്ട്. അതിൻ്റെ അവസ്ഥ ഒന്നും അറിയില്ല, ഒരു ടൈലൻ്റ് പോലെ നിർത്തി. എൻ്റെ അമ്മോ, എല്ലാം കൊണ്ടും എനിക്ക് ഒന്നും പറയാനില്ല. എനിക്കിതൊന്നും പറയാം ഈ സിനിമയെ പറ്റി. 3.5 മണിക്കൂർ ഒരു പക്ക സ്പൂഫ് പടം എന്ന് വിചാരിച്ച് നിങ്ങൾ സിനിമ കണ്ടാൽ, 3.5 മണിക്കൂർ പക്ക കോമഡി സ്പൂഫ് പടം എന്ന് വിചാരിച്ച് നിങ്ങൾ ഈ സിനിമയിൽ കയറിയാൽ, അത്ര കൂളപ്പടം എന്ന് വിചാരിച്ച് കയറിയാൽ നമുക്ക് നല്ല തന്നെ ഈ സിനിമ ആസ്വദിക്കാൻ പറ്റുന്ന എനിക്ക് വിചാരിക്കുന്നത്. അല്ലു അർജുൻ്റെ സ്വാഗോ ഫാസിൻ്റെ പെർഫോമൻസോ അതൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല, അത്രയും എനിക്ക് പറയാനുള്ളൂ. ഇതൊക്കെ പ്രതീക്ഷിച്ച് ഞാൻ കയറ്റി എൻ്റെ ഒരു മലങ്കൾട്ട് മൂഡിലേക്ക് ഞാൻ എൻ്റെ മൈൻഡ് മാറ്റിയിട്ട് ഞാൻ കാണും. അതുകൊണ്ട് തന്നെ നല്ല എനിക്ക് ഈ സിനിമ ആസ്വദിക്കാൻ പറ്റി കുറേ ഭാഗങ്ങളൊക്കെ. അപ്പോൾ ഇതെല്ലാം കൊണ്ട് കൂടിയൊരു അപരാധ പടമാണ് ഈ ഒരു പുഷ്പ 2 എന്നാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അല്ലു അർജുൻ്റെ കരിയർ വേസ്റ്റ് മൂവി അത്രേ പറയാനുള്ളൂ. സോ പടം കണ്ടിട്ടില്ലാത്തവർ എത്രയും പെട്ടെന്ന് കണ്ടു നോക്കുക, അത്രേ പറയുള്ളൂ.